ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇപ്പം നമ്മളൊരു ട്രിപ്പ് പോവാണ്. നമ്മൾ കുറച്ച് കസിൻസൊക്കെ കൂടിയാണ് പോകുന്നത്. മൂന്നാർക്കാണ് പോകുന്നത്. ആരും പോയിട്ടില്ലാത്ത വളരെ റയറായിട്ട് സ്ഥലമായ മൂന്നാർക്കാണ് പോകുന്നത്. ഓക്കെ, ചുപ്പ ഒരു വൺ ഡേ ട്രിപ്പ്. അപ്പോൾ ഇനി ഒരു കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, എന്താണ് ക്ലിയർ പറയാനുള്ളത്? എനിക്കൊന്നും പറയാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. ഏറ്റാ നമ്മൾ മൂന്നാറെത്തിയിട്ടില്ല. പോണ വഴിക്ക് ഇവിടെ ഒരു വാട്ടർഫാൾ കണ്ടപ്പോൾ ചുമ്മാ നിർത്തിയതാണ്. വലിയ വാട്ടർഫാളൊന്നും ഇല്ല, മഴയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കാണുന്നുണ്ട് ഗൈസ്, ഇത്രയും കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പോകാൻ വിചാരിച്ചു. റെസ്റ്റൊന്നുമില്ല എന്നാലും. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ജസ്റ്റ് ബാക്കിൽ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കൂടെ വന്നങ്ങനെ ടീമിനെ കാണിച്ചു തരാം. നമ്മുടെ കസിൻസ് എല്ലാവരും കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ കസിൻസ്. ഹായ് പറ എല്ലാവരും. അനു, ക്ലയർ, അമ്മുക്കുച്ചിനെ കാണുന്നില്ല. അമ്മുക്കുച്ചി ഭയങ്കര ബിസിയാണ്. ഓക്കെ, പിന്നെ നമ്മൾ ബാക്കി കാണിച്ചു തരാം. ഇതാണ് കേട്ടോ വാട്ടർഫാള്, കണ്ടില്ലേ? ഇത് ഇത്തിരി ഫേമസ് ഒക്കെ, എന്തോ ചാർലി സിനിമയിലൊക്കെ ഉണ്ട്, എനിക്ക് അത്ര ഓർമ്മയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വാട്ടർഫാൾ കണ്ടിട്ടുള്ളവരും കമൻറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നമ്മളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ആ വാട്ടർഫാളിൻ്റെ ഫ്രണ്ടിലായിട്ട്. നമ്മളിപ്പോൾ അടിമാലിത്തില്ലേ? യെസ്, അടിമാലി അന്നപൂർണ്ണ റെസ്റ്റോറൻറ്റ്. ഓക്കെ, അപ്പോൾ അന്നപൂർണ്ണയിൽ വന്നേക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. എന്താ കഴിക്കണമെന്ന് വെച്ചാൽ നോക്കട്ടെ. ഓക്കെ, പോവാം. നമ്മൾ അന്നപൂർണ്ണയ്ക്ക് പോവാണ്. ബോയ്സ് ഗ്യാങ്ങിനോട് ഓൾറെഡി പോയി. ഇന്ന് നമ്മൾ കയറാൻ നമ്മുടെ ടേബിൾ സെറ്റ് ചെയ്തപ്പോഴേ നമ്മളിപ്പോൾ വെള്ളം കുടിക്കുന്നതാണ്. ഞാൻ അറിഞ്ഞില്ലേ, രണ്ടുപേരൊക്കെ ഇരിക്കുന്നുണ്ട്. കുട്ടനാട് മനസ്സിലായിട്ട് ഇഷ്ടപ്പെട്ട് നോക്കടാ. ഓക്കെ, ഫുഡ് തന്നെയാണ്. നമ്മുടെ ഫുഡ് വന്നു. ഞാൻ മസാല ദോശ, ചേട്ടായി പൊരി മസാലയായിരുന്നു. ചേട്ടായി വന്നിട്ടില്ല. കുറച്ച് പേര് മസാല ദോശയും കുറച്ച് പേര് അവിടെ ഒരാൾ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ചേട്ടായിക്ക് വെയിറ്റ് ചെയ്യാണ്. ക്രിസ്പി. ഞാൻ ചട്നി കൂട്ടി മിക്സാക്കല്ലേ. ഫുഡ് ഡേ കഴിഞ്ഞ് ഭയങ്കര കാര്യമായി ചർച്ചയാണ്. സ്പോട്ട് ഇതായിട്ടില്ല, എല്ലാവരും ചർച്ച ചെയ്യണം, തീരുമാനിക്കണുള്ളൂ. ഓക്കെ, തീരുമാനം ഇപ്പോൾ ഓക്കെ, ഓഫ് ടു അല്ല ഇങ്ങനില്ല. ഓക്കെ, പിന്നെ നമ്മളിങ്ങനെ പാട്ടൊക്കെ പാടി വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ കണ്ട ജസ്റ്റ് നല്ല വ്യൂ ഒക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തോന്നുള്ളൂ. ഒരെണ്ണം മതി. വേറെ വേണ്ട.
താല്പര്യമില്ലാതെ ഗായ്സ് നമ്മളിപ്പോ മൂന്നാർ എത്തിയിട്ടുണ്ട്. അപ്പോ മൂന്നാർ കാണില്ലേ ബാക്കില്? എല്ലാവരും കുറെ പേരൊക്കെ വന്നിട്ടുള്ളതായിരിക്കും. നമ്മള് വരുമ്പോ എന്തായാലും വ്ളോഗ് എടുക്കാം, കാണാത്തവർക്ക് കാണിച്ചു കൊടുക്കാം, അതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം. നമുക്ക് മൂന്നാർ എത്തിയപ്പോ എന്താ പറയുന്നത്, നല്ല കാറ്റുണ്ട് കേട്ടാ. വെയിലുണ്ട്, ഇപ്പൊ ടൈം 11 മണിയായി. പക്ഷെ വെയിലുണ്ടെങ്കിലും കാറ്റുള്ളതുകൊണ്ട് നല്ലൊരു രസമുണ്ട് ഇവിടെ നിൽക്കാനായിട്ട്. കണ്ടാ എല്ലാവരും ഇവിടെ ഉണ്ട്. ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. ചുമ്മാ ഇതൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇവിടെ പോകാൻ വിചാരിക്കണം. ഓക്കെ, പിന്നെ ബാക്കി വീഡിയോസ് ഇട്ട് കാണാം. ഇനി അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ വീഡിയോസ് കേട്ടാം. ഓക്കെ, കണ്ടില്ലേ? ഓരോരുത്തരുടെ ഫോട്ടോസ് പോയി നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് കുറച്ച് കപ്പിൾ ഫോട്ടോസൊക്കെ എടുക്കണം. ഓക്കെ, നമ്മളിപ്പോൾ മൂന്നാറിന് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഓക്കെ കാന്തല്ലൂർ പോണ വഴി എത്തിയിരിക്കണം. അതെ അതെ, ഓക്കെ. അപ്പൊ അവിടെ ഇപ്പൊ ചുമ്മാ ഇവിടെ ഒരു പ്ലാന്റേഷൻ ചുമ്മാ ഒരു സ്ഥലം കണ്ടപ്പോൾ ഇവിടെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് ചുമ്മാ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരുന്നാണ്. അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ പോകും. അപ്പോൾ ചാച്ചാ, ഇവിടെ അടിപൊളി മരം ഉണ്ട്, ഞാൻ കാണിച്ചു തരാവേ. എന്നുവെച്ചാൽ രണ്ട് ഇതെന്താ വേര് ഒരുമിച്ചായിട്ട് ഇങ്ങനെ അയക്കണം. കണ്ടാ നൈസായില്ലേ? ഇത് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ. അല്ലാത്തവർക്ക് വേണ്ടിയായിട്ട് കാണിച്ചു തരണത്. ഓക്കെ, അപ്പം ഇനി അടുത്ത സ്ഥലത്തെത്തുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. ഓക്കെ, ബൈ. ഇതൊരു ചെറിയ റീലെടുത്തത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കണ്ടോളൂ. നമ്മൾ ഇവിടെ ചെറിയൊരു ചായ കുടിക്കാൻ വേണ്ടി കയറിയേക്കാണ്. ചായ് ബസാറിൽ ചെറിയ ചായ കുടിക്കാൻ വേണ്ടി കയറിയേക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ചായ കുടി കഴിഞ്ഞ് നമ്മൾ പതുക്കെ പോകുന്നതായിരിക്കും. ഓക്കെ, ഇരുന്ന് വയ്ക്കാൻ സ്പേസ് ഇല്ലല്ലോ, ഇരുന്ന് വയ്ക്കാം. നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്, കല്ല്. അപ്പോൾ അവിടെ ഇരിക്കണം. ബാക്ക്ഗ്രൗണ്ട് കേട്ടോ, ചെടിയും കാര്യം പൂക്കളൊക്കെ ആയിട്ട് കൊള്ളാം. പിന്നെ ഇത് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ അവർ തേയില കളക്ട് ചെയ്തിട്ട് വണ്ടിയിലാക്കണതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് എടുത്തു എന്നുള്ളൂ. നമ്മളിപ്പോൾ ചായ കുടിച്ച് ഇപ്പോൾ നമ്മൾ മറയൂർക്ക് പോകണം അല്ലേ? മറയൂർക്ക് പോകണേ. അവിടെ നമുക്ക് എന്തൊക്കെയാണ് കാണാനുള്ള? അവിടെ ചന്ദനത്തടി ഉണ്ട്, തേക്കുമരം ഉണ്ടാവും, ചന്ദനമരം, തേക്കുമരം, പിന്നെന്താ ശർക്കര ഫാക്ടറി ഉണ്ട്. പിന്നെ അവിടെ ചെന്നിട്ട് കാണാം എന്തൊക്കെയാണെന്ന് അറിയില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് പോവാണ്. അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഫ്രണ്ടിൽ കൂടെ വേറെ കുറച്ച് ഫ്രണ്ടിലെ കാറിൽ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിൽ പോകണം. ഓക്കെ, ഇവിടെ പോകുമ്പോൾ ഇവിടെ ഒരു ചെറിയ വെള്ളം കാണുന്നുണ്ടല്ലോ. ചെറിയ വെള്ളച്ചാട്ടമൊക്കെ നമ്മളിങ്ങനെ പോകണ വഴിക്ക് അവിടെ നിന്ന് ഇങ്ങനെ കണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മൂന്നാറാണല്ലോ, ടീ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി അവിടെ തിരികാണിച്ചു തരാം. ഇതാണ് മറയൂർ. നമ്മളിപ്പോൾ മറയൂർ ജസ്റ്റ് എത്തി. ജംഗ്ഷൻ ആയിരിക്കും അത്, ആയിരിക്കും. പിന്നെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇതിലൂടെയും ഹൈ റേഞ്ച് പോലെ ഇട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ട നല്ല മലയും ഒപ്പം തന്നെ ചെറിയൊരു മൂടൽമഞ്ഞും അങ്ങനത്തെ ഒരു ഫീലൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തതാണ്. അങ്ങനെ നമ്മൾ പോയിട്ട് പിന്നെ നമ്മൾ മറയൂർ എത്താറായി. അപ്പോൾ ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ അവിടെ നിർത്തിയായിരുന്നു. നമ്മളിവിടെ ജസ്റ്റ് ഇറങ്ങിയപ്പോൾ കുരങ്ങന്മാരെ കണ്ടപ്പോൾ, കരകച്ചന്മാരെ കണ്ടപ്പോൾ പെട്ടെന്ന് ധൈര്യം കൊണ്ട് വേഗം കയറിയതാണ്. എവിടെ ഇവിടെ അച്ഛോ, ഇത് നമ്മളൊരു ഫാമിൽ പോയതായിരുന്നു. സ്ട്രോബെറി ബ്ലൂബെറി ഫാമായിരുന്നു. പക്ഷേ സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ മറയൂർ ശർക്കര ഫാക്ടറിയിലെത്തി. നമുക്കവിടെ ശർക്കര ഉണ്ടാക്കുന്നതൊക്കെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മറയൂർ വന്നപ്പോൾ ശർക്കര ഉണ്ടാക്കുന്നതാണ്. മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണോ ശർക്കര? ഓക്കെ, അതെ വരുന്നത് തന്നെ ഈ ശർക്കര ഉണ്ടാക്കുന്നതാണ്. അവിടെ എന്തൊക്കെയോ സംഭവം വെച്ചിട്ടുണ്ട് ശർക്കര. ഓക്കെ, ഇതേ നമുക്ക് ശർക്കര ടേസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. ഒരു കിലോ കൊള്ളാം. ചുക്കാണത്. അപ്പുറത്ത് നോർമൽ ഉണ്ടെന്ന് തോന്നുന്നു. ടേസ്റ്റ് ആയിട്ട് നമുക്ക് ചുക്ക നമുക്ക് ചായലൊക്കെ കുടിക്കുമ്പോൾ ഒരു ഫ്ലേവർ കിട്ടും അല്ലേ? ശർക്കര ഇത് ചോക്ലേറ്റ് ശർക്കര എന്നാണ് പറഞ്ഞ ടേസ്റ്റ്. മധുരം കൂടുതലുള്ള പോലെ ചുക്കോളം. ഇത് ശർക്കരയ്ക്ക്
എടുത്ത് കരിമ്പ് എടുത്തിട്ട് ബാക്കി വന്ന അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇല്ലേ അതാണ് ഇത്. ഇത് കരിമ്പ് ഇവിടെ ഇട്ടേക്കണു. തൊട്ടപ്പുറത്ത് തന്നെ നമുക്കിവിടെ കൃഷി എന്ന് പറയാണ്ട് അപ്പുറത്ത് തന്നെ നമുക്കിവിടെ കരിമ്പ് ജ്യൂസ് ഉണ്ട്. ഇത് ഫാക്ടറി, ഇവിടെ ശർക്കര ഉണ്ടാക്കണം. ബൈ ചേച്ചി. അപ്പോൾ നമ്മളിവിടെ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വന്നേക്കാട്ടോ. തൊട്ടപ്പുറത്ത് തന്നെയാണ് കരിമ്പ് ജ്യൂസ്. ആ വേണം. അതെ കരിമ്പ് ജ്യൂസ്. മറയൂർ പോണ വഴിക്കാണ് ഇവിടെ കരിമ്പ് ജ്യൂസ് പ്ലസ് ശർക്കര ഫാക്ടറി പ്ലസ് അമ്മു. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടുന്ന് ശർക്കര വാങ്ങി കുറേ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് കാണാം. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ്. മറയൂർ കരിമ്പൻ ജ്യൂസ്. മറയൂർ കരിമ്പ് ജ്യൂസ്. ഇപ്പം നമ്മൾ മുനിയറ പാറയുടെ അവിടെ മുനിയറ ഞാൻ തോന്നുന്നു നല്ല അടിപൊളി പാറ കണ്ടപ്പോൾ അവിടെ ജസ്റ്റ് നിർത്തിയതാട്ടോ. ഇതാണ് പാറ. ഈ സൈഡ് ഇപ്പുറത്ത് നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ച് നമ്മൾ നിർത്തിയതാണ് ചേട്ടായി. പിന്നെ എല്ലാവരും ഫോട്ടോഷൂട്ടിന് കയറി കണ്ടോ. എല്ലാവരും മേലെ കയറുന്നത് ആ പോസ് ഈ പോസ് കണ്ട പോസ് ഉണ്ടോ. ഫോട്ടോ സർക്കിളൊക്കെയാണ്. അപ്പോൾ ഞങ്ങളും ചെറിയ ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദനം നിങ്ങൾ കാണുന്നുണ്ടോ? ഇതൊക്കെയല്ലേ? ഓക്കെ, ഇപ്പോഴാണ് നമ്മൾ ശരിക്കും കണ്ടത്. ഇപ്പം നല്ല രസമുണ്ട് കേട്ടോ. വെയിലൊക്കെ ആറി നല്ല രസമുണ്ട് ഇതിൽ കൂടെ പോകാനായിട്ട്. അടിപൊളിയാണ്. ഒരു തണുവൊക്കെ ഉണ്ട് തോന്നുന്നു. വെയിലാറേൻ്റെ ആ ഒരു ഇതാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ തിരിച്ചു പോകുന്ന റൂട്ട്. ഇതെവിടെ സ്ഥലം? മൂന്നാർ ഓർ മറയൂർ? പിന്നെ ട്രിപ്പ് എന്താവാറായി. അപ്പോൾ ചെറിയ ക്ഷീണമൊക്കെ വന്നു തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വൈകിട്ടായിട്ടുണ്ടായിരുന്നു ഏകദേശം. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചപ്പോൾ നമ്മൾ ഇത്തിരി ലേറ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്. അപ്പോൾ വീണ്ടും ഓണായി. നമ്മളിപ്പോൾ എവിടെ വന്നു? ഇപ്പോൾ മൂന്നാറെത്തി. തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ വീട്ടിലേക്ക്. മൂന്നാറെത്തി. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കണേ. ഇപ്പോൾ നമ്മൾ കഴിക്കാൻ പോകുന്നത് ലഞ്ചല്ല, ഡിന്നറല്ല, ലഞ്ചറോ ഇവിടെ ആ ഫുഡ് കഴിക്കാണ്. അപ്പോൾ ചേട്ടാ വന്നു. യാ ഓക്കെ ക്ലിയർ. പറയൂ. നമ്മളിലെല്ലാ ഫുഡ് എടുക്കണം. നമ്മളിവിടെ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ടേബിൾ മാറ്റിൽ ഫുഡ് ഐറ്റംസ് ലിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഇതുണ്ട്. സുഡോക്ക് ഗെയിം പോലെ. അതാണ് അവർ ചെയ്യുന്നത്. കണ്ടാ? ആ സുഡോക്ക് തന്നെ പറയാം. ഫുഡ് നോക്കണം. അപ്പോൾ എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് നോക്കലാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫുഡ് വരും. ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാതെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴേ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ് ഗൈസ്? പറയൂ. അടിപൊളി. പറഞ്ഞോ ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? ക്ലിയർ, സൂപ്പർ. ഓക്കെ, നൈസ് ട്രിപ്പായിരുന്നു. ഇത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ കമൻറ്റ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഇനി ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ഷെയർ കമൻറ്റ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും